നമുക്കിന്നൊരു പാലക് പനീർ ഉണ്ടാക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും ബിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനു വേണ്ടി 3 കുഞ്ഞ് സവാള, 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, പിന്നെ ഒരു തക്കാളി, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അരിഞ്ഞെടുക്കണം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പം അതിനകത്തോട്ട് ഒരു പിടി പാലക്, കഴുകി വൃത്തിയാക്കിയ പാലക് അതിനകത്തോട്ട് മുക്കി വയ്ക്കുക. തിളപ്പിച്ച് വെള്ളം ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. എന്നിട്ടൊരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് എടുത്ത് ചൂടുവെള്ളത്തിനകത്തുനിന്ന് എടുത്ത് പാലക്ക് തണുത്ത വെള്ളത്തിനകത്തോട്ട് മാറ്റുക. അതിനകത്തൊരു 5 സെക്കൻഡ് ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് എടുത്ത് നമുക്ക് ആ തണുത്ത വെള്ളത്തിനകത്തുനിന്നും എടുത്ത് പാലക്ക് ഇല എടുത്ത് മാറ്റി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊരു പാൻ എന്ന് വെച്ചാൽ വെള്ളം ഇതാക്കി അത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കണം. ആ പാനിനകത്തോട്ട് ഒരു വെജിറ്റബിൾ ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ച സവാളയും വെളുത്തുള്ളി, ഇഞ്ചിയും പിന്നെ തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി, ഒരുപാട് വഴറ്റണ്ട, ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഒരുമാതിരി ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്കിതിനകത്തോട്ട് പൊടികൾ ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അതും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് കൊറിയാണ്ടർ പൗഡറും എന്ന് വെച്ചാൽ മല്ലിപ്പൊടി, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. എന്ന് വെച്ചാൽ ഒരുപാട് മൂപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എല്ലാ പൊടികളുടെയും ഒരു പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റണം. വഴറ്റി കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് മാറ്റി വെച്ച പാലക്കില്ലേ, വെള്ളത്തിനകത്തൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച പാലക്ക്, അതും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. എല്ലാം മീഡിയം ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാലക്ക് ഒന്ന് ചൂടായി എന്നറിയുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ അനുവദിക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. എന്ന് വെച്ചാൽ ഇത് തണുത്ത് കഴിഞ്ഞിട്ടാണ് മിക്സിയിലിടേണ്ടത്. മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇതുപോലെ ഈ ഒരു കളറ് കിട്ടും നമുക്ക്. കണ്ടോ, ഒരു ഗ്രീൻ കളർ, നല്ല ഒരു ഗ്രീൻ കളറാണ്. പിന്നെ ആ സെയിം പാനിനകത്ത് തന്നെ നമ്മൾ ആ വെജിറ്റബിൾ കുറച്ചുകൂടെ ആദ്യം നമ്മളൊരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് വഴറ്റിയത്. ഇനിയിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് നമ്മളെടുത്ത് വെച്ച പനീർ, കഴുകി വൃത്തിയാക്കി വെച്ച പനീർ അതുകൂടെ ഇട്ടിട്ട് ഒന്ന് സെയിം പാനിൽ തന്നെ മതി, ഒരു കുഴപ്പമില്ല. എന്നിട്ട് അതൊന്ന് വഴറ്റി പനീർ 2 സൈഡ് ചെറുതായിട്ടൊന്ന് കളറൊന്ന് ഇതായി വരുമ്പോഴത്തേക്കും അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ആ എണ്ണയിൽ തന്നെ കുറച്ച്, അതിനകത്ത് എണ്ണ കാണുമല്ലോ, അതിനകത്ത് തന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, ആ സവാള 3 എണ്ണം എടുത്തില്ല, അതിനകത്ത് ഒരു സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ആ സവാളയും പിന്നെ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇത് 3 കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റണം. എന്നിട്ട് ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ കസൂരി മെത്തി കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഒന്ന് ആഡ് ചെയ്യണം. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ഒരുപാട് വഴറ്റി അങ്ങ് കളർ ചേഞ്ച് ആകണ്ട, ജസ്റ്റ് എല്ലാം ഒന്ന് ചൂടായി ഒന്ന് വാടി കിട്ടിയാൽ മതി സവാളയൊക്കെ. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച പാലക്ക് എല്ലാം അത് നന്നായിട്ട് അരപ്പ് കൂടെ ചേർത്ത്, പിന്നെ ആ സമയത്താണ് ഞാനൊരു 3/4 ടീസ്പൂണ് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ മിക്സിയും കൂടെ കഴുകിയ വെള്ളവും ഒക്കെ ആഡ് ചെയ്ത് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഈ സമയത്താണ് മിക്സി അരച്ച ഇതില്ലേ അതൊന്ന് കഴുകി, ചൂടുവെള്ളം വേണം അതിനകത്ത് മിക്സിയിലൊഴിച്ച്, അതും കൂടെ മിക്സിയിൽ പറ്റി പിടിച്ച് അരപ്പൂടെ ഒന്ന് ഇതാക്കി അതും കൂടെ ഈ പാനിനകത്തോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിളപ്പിക്കണേ. നന്നായിട്ട് തിളപ്പിച്ചൊരു ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും
അതിനകത്തോട്ട് നമുക്ക് കസൂരിമെത്തി ബാക്കി ഒരു 1/2 ടീസ്പൂൺ കസൂരിമെത്തിയും കൂടെ നന്നായിട്ട് ഞവടി അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെക്കണം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ആ ഒരു ചൂടിൽ ആ കസൂരിമെത്തിയുടെ മണമൊക്കെ ഒന്ന് അതിനകത്തോട്ട് പിടിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ചൂടോടെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും